തളർത്തിയാലും ഞാൻ ഡോക്ടറായിട്ട് ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ഈ വാക്കുകൾ മരണവുമായി ബന്ധപ്പെട്ടുയർന്ന ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. മരണത്തിന് മുൻപ് നിതിൻ സുഹൃത്തിന് അയച്ചതാണ് ഈ ശബ്ദ സന്ദേശം. അതേസമയം നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. നിതിൻ രാജ് ജീവൻ ഒടുക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങളെപ്പറ്റി ആരോഗ്യ സർവകലാശാലയും അന്വേഷണം ആരംഭിച്ചു. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. ഈ വാക്കുകളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. തിരുവനന്തപുരം ചാലക്കടവ് സ്വദേശിയായ നിതിൻ രാജ് അഞ്ചരക്കണ്ടിയിലെ അധ്യാപകരുടെ അധിക്ഷേപങ്ങൾക്കും പീഡനങ്ങൾക്കും മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവന്ന ശബ്ദരേഖ. തളർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തോൽക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നിതിൻ എങ്ങനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു എന്നതാണ് ദുരൂഹമായി തുടരുന്നത്. അധ്യാപകരായ ഡോക്ടർ റാമും സംഗീത നമ്പ്യാരും ചേർന്ന് നടത്തിയ നിരന്തരമായ മാനസിക പീഡനമാണ് നിതിനെ ഈ കടുങ്കൈയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെയും സഹപാഠികളുടെയും ആരോപണം. ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടി എന്ന് പറയുന്നത് അതൊരു വലിയ പൊക്കമല്ല. ആ വലിയൊരു പൊക്കമായിട്ട് പറയുന്നില്ല. അവർ ആദ്യം പറഞ്ഞ് 3 നിലയുടെ മണ്ടയെന്ന്, പിന്നെ പറഞ്ഞ് 5 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന്. ഇപ്പൊ ഒരു ഭാഗം കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്നാണ് അവൻ ചാടിയെന്ന് പറയുന്നത്. ചാടിയ ഭാഗത്ത് വെട്ടുകല്ലിന്റെ കിടപ്പുണ്ട്. ആ വെട്ടുകല്ല് ഇടിച്ചു കഴിഞ്ഞാൽ രക്തമൊക്കെ അവിടെ സ്പ്രെഡ് ആവത്തില്ലേ? അങ്ങനെ ഒന്നുമില്ല. പ്രിൻസിപ്പലിന്റെ ഇടപെടലിനെ കുറിച്ചടക്കം സംശയം നിലനിൽക്കുന്നതായും കുടുംബം ആരോപിക്കുന്നു. സംശയമുണ്ട്. പ്രിൻസിപ്പലിന്റെ ഉണ്ട്, ലതാ മാമിലും ഉണ്ട്. അതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് ഇവർ പറയണം. അതിൻ്റെ അകത്ത് CCTV വിഷ്വൽസ് എന്തായിരുന്നു, അവിടെ അവർ സംസാരിച്ചത് എന്തൊക്കെയാണ്? അവന് നല്ല ടെൻഷൻ ഇല്ലാണ്ട് അവൻ അത് ചെയ്യൂല. പോലീസിന്റെ ഭാഗത്തു നിന്നാണോ അതോ ഇനി മാനേജിന്റെ ഭാഗത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആരൊക്കെയോ. കാര്യം ഈ രണ്ടുപേരെയും കിട്ടാത്തതിലുള്ള ഒരു കാലതാമസം, അതെന്തുകൊണ്ട് പോലീസിന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്, ഒരു ആശങ്കയുണ്ട്. നിതിൻ രാജ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ച സംഭവങ്ങളെപ്പറ്റി ആരോഗ്യ സർവകലാശാലയും അന്വേഷണം തുടങ്ങി. ചാൻസലറായ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ച് VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാല സ്വീകരിച്ച പ്രാഥമിക നടപടികൾ വിശദീകരിച്ചു. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും സംഘം മൊഴിയെടുക്കും. കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ്. ഇന്നലെ ചർച്ചയ്ക്കെത്താതിരുന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ നാളെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ റാമും സംഗീത നമ്പ്യാരും ഒളിവിൽ തുടരുകയാണ്. അതോടൊപ്പം സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തന രീതിയും വിദ്യാർത്ഥി സുരക്ഷയും വീണ്ടും ചോദ്യമുനയിൽ നിർത്തുകയാണ് നിതിന്റെ മരണം. സർവകലാശാലാ നിയമങ്ങൾ നോക്കുകുത്തിയാക്കി മാനേജ്മെന്റുകൾ നടത്തുന്ന ഏകപക്ഷീയമായ നീക്കങ്ങളാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നിലെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. അധ്യാപകരുടെ പ്രവർത്തനവും പലപ്പോഴും മാനേജ്മെന്റിന്റെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമാണ്. മിക്കവരും താത്കാലിക ജീവനക്കാരായതിനാൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികൾ അവഗണിക്കലാണ് പതിവ്. വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിനുള്ള സാഹചര്യവും സ്വാശ്രയ കോളേജുകളിൽ ഇല്ല. 2021 സർക്കാർ കൊണ്ടുവന്ന സ്വാശ്രയ നിയമം നടപ്പിലാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതിന്റെ ഇര കൂടിയാണ് നിതിൻ രാജ്. ന്യൂസ് മലയാളം, കണ്ണൂർ.